ഒരു ഭിക്ഷക്കാരൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ലക്ഷപ്രഭുവിന്റെ വീട്ടിൽ ഭിക്ഷയാചിക്കാൻ വേണ്ടി ഗേറ്റ് തുറന്നകത്ത്. അദ്ദേഹം പറഞ്ഞു, അപ്പം നമ്മുടെ ലക്ഷപ്രഭു അങ്ങനെ ചാരി കസേര ചാരി കിടക്കുക, ഇങ്ങനെ നന്നായിട്ട് തിന്നിട്ട് ഏമ്പൊക്കെ വിട്ട് കിടക്കുക. ഭിക്ഷയാചിക്കുവാണ്. സാറേ എന്തെങ്കിലും തരണേ, സാറേ. അപ്പൊ അയാൾ എന്താ പറയുക? വെറും നക്കിയെന്ന് പറഞ്ഞാൽ പരമ നക്കി, നിങ്ങളെ പോലും അല്ല, വെറും നക്കിയ വിളങ്ങൊന്നുമില്ല. പറഞ്ഞു, ഒരല്പമെങ്കിലും അരിയെങ്കിലും തരണേ. ഭിക്ഷക്കാരൻ പറയുക, കുറച്ച് ധാന്യമെങ്കിലും തരണേ. അപ്പോഴും നമ്മുടെ ഭിക്ഷക്കനായ മനുഷ്യൻ പറയുകയാണ്, ഉൾക്കൊള്ള. ഓക്കെ, അവിടുത്തെ പുള്ളി പറയുന്നു, എന്നാൽ എനിക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരമായിട്ട് എന്തെങ്കിലും തരണേ. അപ്പോഴും നമ്മുടെ ഭിക്ഷക്കനായ കാശുകാരൻ പറഞ്ഞു, അതല്ലേ പറഞ്ഞിവിടെ ഒന്നും കൊള്ളാം. അവസാനമായിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരണേ. അപ്പോഴും നമ്മുടെ ഭിക്ഷക്കനായ ആ മനുഷ്യൻ എന്താ പറഞ്ഞറിയാമോ? കൊള്ളാം. അപ്പൊ നമ്മുടെ ഭിക്ഷക്കാരെന്താ പറഞ്ഞറിയാമോ? ഇത്രയും ഇല്ലായ്മയുള്ള മനുഷ്യന്റെ അടുത്താണ് തെണ്ടിയെന്ന് എനിക്ക് അറിയില്ല, സാർ എന്റെ കൂടെ വരികയാണ്. ഇത്രയും ദരിദ്രനായ എന്നെക്കാൾ വെള്ളം പോലും കൊടുക്കാൻ കഴിവില്ലാത്ത, അതുപോലെ സ്റ്റോക്കില്ലാത്ത ഒരു മനുഷ്യന്റെ അടുത്താണ് തെണ്ടിയത്. അതായത് ഞാൻ വേറെ തെണ്ടിയെടുത്താണ് തെണ്ടിയത് എന്നെനിക്കറിയില്ല, സാർ എന്റെ കൂടെ വാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്.